മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ പ്രതീക്ഷിച്ചതുപോലെ കണ്ണൻ നടന്നു വരുന്നത് നമ്മുടെ മേഘനാഥൻ കാണുന്നുണ്ട്. കണ്ണനെ മാർക്കോയും അനന്തവും കൂടി സഹായിച്ചുകൊണ്ട് അവൻ പിടിച്ചു നടക്കുന്നു. അത് കണ്ട് ആകെ തകർന്നു പോകുന്നുണ്ട്. കണ്ട കാര്യം പോയി വാമദേവനെ അറിയിക്കുന്നു. കണ്ണൻ നടന്നു വരുന്ന സമയത്ത് അത് മേഘൻ കണ്ടു എന്നുള്ള കാര്യം കണ്ണനോ മാർക്കോയോ അനന്തോ ഒന്നും അറിയുന്നില്ല. ശരിക്കും അവരാ സന്തോഷത്തിൽ മതിമറന്നു എന്ന് തന്നെ പറയാം. കുട്ടിക്കാലം മുതലേ നടക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം കണ്ണനെ എന്തുമാത്രം അലട്ടിയിട്ടുണ്ടെന്നും ഫുട്ബോൾ കളിക്കുന്നതിനും മറ്റുള്ള കളികൾക്കും എല്ലാം മിടുക്കനായൊരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് വീൽ ചെയറിൽ അകപ്പെടുമ്പോൾ അവൻ്റെ മാനസികാവസ്ഥയൊക്കെ അനന്തുവിന് മനസ്സിലാവും. മാർക്കോയെ സംബന്ധിച്ചാണെങ്കിൽ അവൻ്റെ മനസ്സ് നല്ലൊരു മനസ്സാണ്. സഹായിക്കാൻ ആരുമില്ലാത്തവരെ സഹായിക്കാനും പണവും പ്രതാപവും ഒന്നും നോക്കാതെ തന്നെ ന്യായമുള്ള ഭാഗത്ത് നിലകൊള്ളാനൊക്കെ ഒരു മനസ്സുള്ള വ്യക്തി തന്നെയാണ് മാർക്കോയും. അതുകൊണ്ടൊക്കെ തന്നെ കണ്ണൻ്റെ ഈ വലിയ മാറ്റം, കാൽവിരലുകൾ ചലിച്ചു. അധികം താമസിക്കാതെ കാല് നിലത്ത് ചവിട്ടി നടക്കാൻ തുടങ്ങുന്നു. വർഷങ്ങളായിട്ട് വീൽ ചെയറിലിരുന്ന മനുഷ്യൻ ആ സന്തോഷത്തിൽ മതിമറന്ന് നടക്കുന്ന സമയത്ത് അവർ ചുറ്റും ആരെയും ശ്രദ്ധിക്കുന്നില്ല എന്ന് തന്നെ പറയാം. തോമസ് വൈദ്യരുടെ അടുത്തേക്കാണ് കണ്ണനും മാർക്കോയും അനന്തവും കൂടി ഇപ്പം നടന്നു പോകുന്നത് അദ്ദേഹത്തെ കാണിക്കാൻ. മേഘൻ പറഞ്ഞത് വിശ്വസിക്കാനാകാതെ തകർന്നിരിക്കുവാണ് വാമദേവനും. അതേ സമയത്ത് മനസ്സിൽ നേരെ പ്രതീക്ഷ തോന്നുന്നുണ്ട്. കണ്ണനെ പോലെ ഒരാളെ, അതും വർഷങ്ങളായിട്ട് വീൽ ചെയറിലിരുന്ന മനുഷ്യനെ എണീപ്പിച്ച് നടത്താനായെങ്കിൽ ഉറപ്പായിട്ടും തനിക്ക് എണീച്ച് നടക്കാനാകും. തൻ്റെ അപകടം പറ്റിയിട്ട് അധിക നാളൊന്നും ആയിട്ടില്ലല്ലോ എന്നുള്ള പ്രതീക്ഷയും പറയുന്നുണ്ട്. അച്ഛാ, അതൊക്കെ വീട്. അവൻ എണീറ്റ് നടക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അവൻ ഒരിക്കലും എണീറ്റ് നടക്കാൻ പാടില്ല. അതേസമയം പ്രാണൻ്റെ പാതിക്ക് എന്തോ ഒരു ആപത്ത് വരുന്നെന്നുള്ളൊരു അങ്കലാപ്പ് മഹാലക്ഷ്മിയുടെ മനസ്സിലുണ്ട്. എന്താണെന്ന് തുറന്നു പറയാൻ പറ്റുന്നില്ല. എന്തോ ഒരു പേടി മനസ്സിലേക്ക് വരുന്നു. മനസ്സിങ്ങനെ തണുത്ത് മരവിക്കുന്നത് പോലെ തോന്നുന്നു എന്നൊക്കെ മോഹിനിയമ്മയോട് പറയുമ്പോൾ മോഹിനിയമ്മ പറയുന്നു, മോള് വിഷമിക്കണ്ട. മോളല്ലേ കുറച്ചു മുമ്പ് പറഞ്ഞത് ഒരു അദൃശ്യ ശക്തി നമ്മളെ സഹായിക്കാൻ കൂടെയുണ്ടെന്ന്. ആ ശക്തി തന്നെ എല്ലാം കണ്ടറിഞ്ഞ് ചെയ്തോളും എന്ന് പറയുന്ന അതേ സമയം നമ്മുടെ ദേവി മുത്തശ്ശി തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ വരുന്നു. കണ്ണനെ കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടെ തലയിൽ മൂടുപടം ചുറ്റി വന്ന മേഘൻ്റെ കണ്ണിൽ ഇരുട്ട് വീഴുന്നുണ്ട്. ശരിക്കും കാഴ്ച നഷ്ടപ്പെട്ടതുപോലെ മേഘൻ അലറി വിളിച്ച് കരയുന്നു. മറ്റുള്ളവരുടെ ശ്രദ്ധ മാറുമ്പം കണ്ണനെ നൈസായിട്ട് കൊന്നു തള്ളി പോകാൻ വേണ്ടിയിട്ട് വന്നതാണ് മേഘൻ. എന്നാൽ തൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട് അലറിക്കരയുന്ന മേഘനെ തോളിൽ തട്ടി വിളിക്കുന്നുണ്ട് മാർക്കോ. തനിക്കിതെന്തു പറ്റി? ആരാ ഇത്? ആരാ? ഞാനാ മാർക്കോ. എന്താ മാർക്കോ, എനിക്ക് നിന്നെ ഒന്നും കാണാൻ പറ്റുന്നില്ല. എന്നെ എത്രയും പെട്ടെന്ന് തോമസ് വൈദ്യരുടെ അടുത്തേക്ക് കൊണ്ടുപോകും. എൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടോ എന്ന് എനിക്ക് പേടിയാകുന്നു. ചെയ്തു കൂട്ടിയ പാപങ്ങൾ അത്രയല്ലേ, അതുകൊണ്ട് സംഭവിച്ച അതിശയമൊന്നുമില്ല. അയ്യോ, പറഞ്ഞു നിൽക്കാൻ സമയമില്ല, വേദന കൊണ്ട് പൊളയുക. എന്നെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകും എന്ന് പറയുമ്പോൾ നമ്മുടെ മാർക്കോയായിട്ട് തോമസ് വൈദ്യരുടെ അടുത്തേക്ക് മേഘനെ കൊണ്ടുപോകുന്നു. താൻ എന്തിനാ ഈ സമയത്ത് അങ്ങോട്ടേക്ക് പോയെന്ന് തോമസ് വൈദ്യർ ചോദിക്കുമ്പോൾ മറുപടി ഇല്ലാതെ വിളറി വെളുത്തിരിക്കുന്ന മേഘനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. അപ്പോൾ ഇന്നലെയാണെങ്കിൽ പ്രതാപനും കരുണയും മുത്തശ്ശിയും എല്ലാവരും കൂടി മഹാലക്ഷ്മിയെ കൊല്ലാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നത് പോലെ കാണിക്കുന്നു. ഇന്ന് മേഘനാഥൻ കണ്ണനെ കൊല്ലാൻ വേണ്ടിയിട്ട് പോകുന്നതായിട്ട് കാണിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഒരു പുരോഗതിക്ക് ഈ ബന്ധുക്കൾ ഒരു തടസ്സമാണ്. എപ്പോഴും അവരിങ്ങനെ പിറകെ നടന്ന് ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് കഥ മുന്നോട്ട് പോകുന്നത്. ഇവർക്കൊരു തിരിച്ചടി, അതായത് ഇനി മേലിൽ അങ്ങനെ തോന്നരുതെന്നുള്ള രൂപത്തിലുള്ള തിരിച്ചടി തന്നെ കൊടുക്കണം. കമലേശ്വരം വീട്ടിൽ നിന്നും സ്വത്തുക്കളിൽ നിന്നും ജോലിയിൽ നിന്നും എല്ലാം ഇവരെ പുറത്താക്കിയതിന് ശേഷം കണ്ണനും മഹാലക്ഷ്മിയും ഒറ്റയ്ക്ക് താമസിക്കണം. സ്വത്തിന് വേണ്ടിയിട്ട് അമിതമായി ആഗ്രഹിച്ചതിൻ്റെ പേര് ഉള്ള കിടപ്പാടം വരെ പോയി എന്നുള്ള രൂപത്തിൽ അവർ വിഷമിക്കുമ്പോൾ അവർക്കെല്ലാം മനസ്സിലാകും ഈ വീട്ടിൽ കയറി താമസിക്കാൻ അനുവാദം കൊടുത്തത് തന്നെ കണ്ണൻ്റെ വലിയ മനസ്സാണ്. പലതവണ പല രൂപത്തിൽ തങ്ങൾ അവനെ ഉപദ്രവിച്ചു എങ്കിലും അവൻ്റെ മനസ്സിൽ സ്നേഹത്തിൻ്റെ ഒരു തരി ഉണ്ടായതുകൊണ്ടാണ് തങ്ങളെ ഇപ്പോഴും അടിച്ചിറക്കി വിടാതെ അവിടെ നിർത്തിയിരുന്നത് എന്നൊക്കെ അവർക്ക് തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ ഒരു തിരിച്ചറിവിൻ്റെ എപ്പിസോഡുകൾ പ്രേക്ഷകരും കാത്തിരിക്കുന്നു.